ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു ട്രെയിലർ റിയാക്ഷൻ ഉണ്ട് സുഹൃത്തുക്കളെ. ജൂഡ് ആന്റണി ഡയറക്ട് ചെയ്ത് ആന്റണി പെരുമ്പാവൂന്റെ സംവിധാനത്തിൽ വിസ്മയ മോഹൻലാൽ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്ന പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. തുടക്കം എന്നാണ് പടത്തിന്റെ പേര് വരുന്നത്. ഏകദേശം 1 മിനിറ്റും 35 സെക്കൻഡും വരുന്ന ട്രെയിലർ അങ്ങനെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ ക്യാമിയോ റോളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് തുടക്കം മൂവി ഗൈസ്. ലെറ്റ്സ് ഗോ. മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയൊക്കെ ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിലുണ്ട്. പൊതുവെ വീടുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യം കമ്പാരിസൺ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? മോഹൻലാൽ വാടകയ്ക്കില്ല താമസം. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. സിയ. നൈസ് നെയിം. സമൻ ചാക്കോ ഫിലിം എടുത്ത ഇന്നത്തെ സ്റ്റാർ അച്ഛനുണ്ട്. ചേട്ടാ കുറച്ചും കൂടെ നല്ലൊരു ഫാമിലി പടം. ഒളിച്ചോടാനൊന്നും പ്ലാനില്ലല്ലോ. അല്ലേ ഫാമിലി പടം എന്ന് പറഞ്ഞിട്ട് ചോരക്കളിയ. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. അന്നത്തെ ആ സംഭവം അച്ഛനിനി ഇനി അതുണ്ടാവില്ല. എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. ഷോ ഇറങ്ങുമല്ലോ ജോബിത്ര. താരം മോള് മാത്രമല്ലേ ഉള്ളൂ വീട്ടില്. പറഞ്ഞാൽ ഇതിനകത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ അഭിനയിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പുള്ളിയാണോ വില്ല ഇനി? വിസ്മയ മോഹൻലാൽ തുടക്കം ജൂഡ് ആന്റണീസ് ഫിലിം. ലാലേട്ടൻ കൊള്ളാൻ രസമുണ്ട് സംഭവം. ആക്ച്വലി അച്ഛൻ മകൾ ഫാമിലി സംഭവങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സായികുമാറാണല്ലോ അച്ഛനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ പാസ്റ്റിലെ എന്തോ ഒരു സംഭവം സ്റ്റിൽ അവർ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവഞ്ചുമായിട്ട് വരുന്ന ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. സംഭവം കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. വിസ്മയ മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ ആദ്യമായി അങ്ങനെ അഭിനയിക്കുന്ന പടമാണ് സുഹൃത്തുക്കളെ. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് പടം ഇറങ്ങുന്നത്. ഐ തിങ്ക് ഈ വെള്ളിയാഴ്ചയാണ് പടം ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ബിഗ് കാണണം സുഹൃത്തുക്കളെ. അതാണ് തുടക്കം എന്ന് പറയുന്ന മൂവിയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. അപ്പം 7-ാം തീയതി പടം ഇറങ്ങട്ടെ, ബാക്കി നമ്മൾ കണ്ടു എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ളൂ.